ഇപ്പം അശ്വന്ത് കോക്കനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ POV ആണ്. എൻ്റെ POV എന്നിലെ ഒരു സിനിമ ആസ്വാദകന് അല്ലെങ്കിൽ എന്നിലെ ഒരു ക്രിട്ടിക്കിന് ഇത് ഓക്കെയാണ്. അത് വേടൻ്റെ പാട്ട് മിസ്സായതാണ്. പടം സൂപ്പർ പടം, മസ്റ്റ് വാച്ച്, സൂപ്പർ പടം, സൂപ്പർ, ബിഗ് സല്യൂട്ട് അടിക്കാം. നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു മൂവിയായിരുന്നു. ഒരുപാട് നാളിന് ശേഷം ഒരു ഇത്തിരി നല്ല മൂവി കാണാൻ പറ്റി. നന്നായിട്ടുണ്ടായിരുന്നു, നല്ലൊരു മൂവിയായിരുന്നു. ഒരുപാട് നാളിന് ശേഷം ഒരു ഇത്തിരി നല്ല മൂവി കാണാൻ പറ്റി. നല്ല മേക്കിംഗ് ആണ്, നല്ലൊരു സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സിനിമ കൊള്ളാം, നല്ല സിനിമ, അടിപൊളി. സുരാജും ടോവിനൊക്കെ നല്ല ക്യാരക്ടർ കൊള്ളാം. അടിപൊളി, കൊള്ളാം. നരിവേട്ട അത് വേടൻ്റെ പാട്ട് മിസ്സായതാണ്. കുറച്ച് തിയേറ്റർ വാച്ച് ടോട്ടലി സൂപ്പർ മൂവി. വേടൻ്റെ പാട്ട് തിയേറ്ററിൽ വേണം തോന്നിയിട്ടുണ്ടായിരുന്നു, അതാണ് മിസ്സിംഗ് ആയത്. പടം സൂപ്പർ പടം, മസ്റ്റ് വാച്ച്, സൂപ്പർ പടം. ടോവിനെ തകർത്ത് കളഞ്ഞു, കരയിപ്പിച്ച് കളഞ്ഞു. അവർ കലാപമൊക്കെ കാണിക്കുന്നതൊക്കെ സൂപ്പർ സൂപ്പർ, അടിപൊളി പടം, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി, നല്ല നല്ല ഡയറക്ഷനാണ്, സൂപ്പറാണ്, നല്ല സിനിമയാണ്, ഒരു കുറ്റവും പറയാൻ. മൊത്തം എടുത്തു പറയാനില്ല, എന്തെങ്കിലും എടുത്തു പറയണേ അത് മോശം സിനിമയാണെന്നാണ്. സത്യം കൊള്ളാം. ആ ഒരു മേക്കിങ്ങോ കലാപമൊക്കെ കാണിക്കുന്നതൊക്കെ കറക്റ്റ്. നമ്മളിത് പറയാനൊന്നും ആളല്ല, അതിലുള്ള ഒരു കാലിബർ ഒന്നുമില്ല, പക്ഷേ സൂപ്പറാണ്. ആസ് എ നോർമൽ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. സൂപ്പർ, ബിഗ് സല്യൂട്ട് അടിക്കാം. കിടില പടം, സൂപ്പർ. എല്ലാം ടെക്നിക്കൽ പാട്ടെല്ലാം സൂപ്പർ പടം, നല്ല പടം, അടിപൊളി പടം. ടൊവിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി കഥയും ക്ലൈമാക്സ് എല്ലാം സൂപ്പർ. ബിഗ് സല്യൂട്ട്, നടനും സിനിമയും പറയാം ബെറ്ററാണ്. ടൊവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിന് പുള്ളിയുടെ കരിയറിൽ ട്രേഡ് മാർക്കായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. നമുക്ക് ആ ഒരു കലാപവും കാര്യങ്ങളൊക്കെ അവർ മേക്ക് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് പടം, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ എലവേഷൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു നോർമൽ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാൾ ആ പ്രൊട്ടസ്റ്റിന് അഗെയിൻസ്റ്റിന് വന്നു കഴിഞ്ഞ് പിന്നെ അതിനോട്ട് ആ ഒരു എല്ലാ ബാരിയേഴ്സും പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു രീതി, ആ ഒരു ക്യാരക്ടറിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന റൈറ്റിങ്, ആ ഒരു ടെക്നിക്കലി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം ഭയങ്കര ബ്രില്യൻ്റാണ്. പക്ഷേ ബ്രോ, ഈ അശ്വന്ത് പോലത്തെ റിവ്യൂവറൊക്കെ ടൊവിനോയുടെ അഭിനയമൊക്കെ മോശമായിട്ട് പറഞ്ഞേക്കുന്നത്, ബ്രോ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. ഇപ്പം അശ്വന്ത് കോക്കനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ POV ആണ്. എൻ്റെ POV എന്നിലെ ഒരു സിനിമ ആസ്വാദകന് അല്ലെങ്കിൽ എന്നിലെ ഒരു ക്രിട്ടിക്കിന് ഇത് ഓക്കെയാണ്, ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ മേക്കിങ്, അതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന കഴിഞ്ഞാൽ ഞാൻ ഈ 2.5 മണിക്കൂർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ റൈറ്റിങ് ഷാജി പാടൂരാണെന്ന് തോന്നുന്നു റൈറ്റിങ്ങിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്കിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് അദ്ദേഹത്തിൻ്റെ വർക്ക് നായായിട്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ തുറന്നുള്ള എഴുത്ത്, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിങ്. ജാക്സ് ബിജയുടെ BGM ഒക്കെ തുടർന്ന് ശേഷം വരുന്ന അടുത്തൊരു സിനിമയിലെ പുള്ളി എങ്ങനെ ഉണ്ടാകുക തിയേറ്ററിൽ? ആസ് യൂഷ്വൽ മച്ചാൻ പൊളിച്ച് എടുത്തു പറയാനായിട്ട് സിനിമയിൽ കൊള്ളാം, നല്ല ആ ഒരു മേക്കിങ്ങും അതൊക്കെ എല്ലാം കൊള്ളാം, വർക്കെല്ലാം അടിപൊളിയാണ്, സൂപ്പറാണ് പടം. എന്താ പറയുക എടുത്തു പറയാനായിട്ട് സിനിമയിൽ? എടുത്തു പറയാൻ ടോവിനോട് അഭിനയം, സുരാജിൻ്റെ അഭിനയം, എല്ലാവരുടെ അഭിനയം കിടിലായിട്ടുണ്ട്. ആ ഒരു കലാപവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ പക്ക ഒരു ഇതായിട്ടാണ്. ഇന്ന് ലാഗ് അങ്ങനെ ഉണ്ടോ? ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം നമുക്ക് പടം. BGM ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? BGM ഒക്കെ പക്ക BGM ആണ്, സൂപ്പറാണ് മൂവി. എന്താ എടുത്ത് പറയാനായിട്ട്? അല്ല, ചരിത്രം പലരും മറക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ആ മേക്കിംഗ് ഒക്കെ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതാണ്. നല്ല മേക്കിംഗ്.